ഐതിഹ്യപ്പെരുമയുടെ നിറവിൽ നാടെങ്ങും ശിവരാത്രി ആഘോഷം. ശിവക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ചടങ്ങുകൾ. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ ശിവരാത്രി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഐതിഹ്യപ്പെരുമയുടെ നിറവിൽ നാടെങ്ങും മഹാശിവരാത്രി മഹോത്സവം. ശിവക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. ഹിന്ദു ആചാരങ്ങളിൽ ഏറ്റവും മഹത്തായ ശിവഭക്തി ദിനമായി ശിവരാത്രിയെ കണക്കാക്കുന്നു. പരമശിവന്റെ അനുഗ്രഹം നേടാൻ ഭക്തർ ഉപവാസം, ജപം, പൂജ, അഭിഷേകം എന്നിവ നടത്തി അനുഷ്ഠിക്കുന്ന മഹോത്സവമാണ് ശിവരാത്രി. ഭക്തിപൂർവ്വം ആചരിച്ചാൽ ശാന്തിയും ഐശ്വര്യവും പ്രാപ്യമാകുമെന്ന് വിശ്വാസം. ഉറക്കമൊഴിച്ച് രാത്രി മുഴുവൻ ശിവനാമ കീർത്തനം നടത്തുന്നത് മഹാപുണ്യമെന്നും കരുതിപ്പോരുന്നു. ഓം നമഃശിവായ എന്ന ശിവാരാധനയിലെ ഹൃദയമന്ത്രമായ പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ ക്ഷേത്ര പരിസരങ്ങൾ മുഖരിതമായി. ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകൾ നടന്നു. പിതൃകർമ്മങ്ങൾക്കായി ജനസഹസ്രങ്ങൾ പുണ്യനദിയായ പെരിയാറിന്റെ തീരത്ത് സംഗമിച്ചു. സംസ്ഥാനത്ത് ഏറ്റവുമധികം ഭക്തർ ശിവരാത്രി ബലിയിടാൻ എത്തുന്നത് ആലുവയിലാണ്. മണപ്പുറത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ശിവക്ഷേത്രത്തിലും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. ചിരപുരാതനമായ ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ ശ്രീബലി, ഉച്ചയ്ക്ക് 1000 കുടം ജലാഭിഷേകം എന്നിവ നടന്നു. രാവിലെ 9 മുതൽ 27ാമത് ശിവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു. ക്ഷേത്ര ഊരാളൻ ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തബ്രാക്കൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ, സെക്രട്ടറി CK സുരേഷ് ബാബു, മാനേജർ MD ശ്രീകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നടന്ന സംഗീതോത്സവത്തിൽ പ്രമുഖ കലാകാരന്മാരും കലാവിദ്യാർത്ഥികളും പങ്കെടുത്തു. വൈകിട്ട് 4:30 കാഴ്ച ശ്രീബലി, 6 തിരുവാതിര, രാത്രി 8:30 ഡാൻസ്, രാത്രി 12 ശിവരാത്രി പൂജ, 12:30 വിളക്ക്. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ശിവരാത്രി ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. പട്ടണക്കാട് മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ശിവരാത്രി ഉത്സവ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്.